അറിയാലോ ഇപ്പോൾ ഷൈനിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. എനിക്ക് കുറേ എന്താ പറയുക റീൽസും പോസ്റ്റായിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളും അതിവിടെ പറയണം തോന്നി. എന്നാലും എൻ്റെ കുട്ടി നീ ഇതെങ്ങനെ സഹിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആള് സഹിക്കാനൊന്നുമില്ല, ആള് ആക്ച്വലി കൂളാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു. ഞങ്ങളിപ്പം ബ്രേക്കപ്പ് ആയിട്ട് 9 മാസമായി. ഈ 9 മാസവും എനിക്ക് തോന്നുന്നില്ല ആൾക്കൊരു കേസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ. കാരണം ഞാൻ കുറേ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്താ എവിടെ തുടങ്ങണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കണ്ടാലും ഒക്കെ മനസ്സിലായിരിക്കും. ഞാനുള്ള ടൈമിൽ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആളെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നതിനപ്പുറം ആൾ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഷൈൻ ലൊക്കേഷനിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ ചേട്ടൻ എപ്പോഴും ലൊക്കേഷനിൽ എന്താ പറയുക ആളാളെ വർക്ക് ചെയ്യാൻ നേരെ കാരവനിലോ അല്ലെങ്കിൽ ആൾക്ക് കൊടുത്ത റൂമിലോ പോവാന്നല്ലാണ്ട് ഒരാളോട് അവിടെ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നിൽക്കാറില്ല. എനിക്ക് എൻ്റെ ഞാൻ രാവും പകലും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താ പറയുക ഇങ്ങനെ മിങ്കിൾ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുക. ഒരുപാട് നാടകീയ രംഗങ്ങൾക്ക് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഷൈൻ്റെ മുൻ കാമുകിയായ തനൂജ ലൈവിൽ വന്ന് തനൂജ ഷൈനിനെ കുറിച്ച് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഷൈൻ്റെ പാരൻസ് തന്നെ എതിരെ പറയുകയാണ്. ഷൈന് ലഹരി വസ്തുക്കൾ കൊണ്ടുകൊടുക്കുന്നതും ശീലിപ്പിച്ചതുമെല്ലാം തന്നെ തനൂജയാണെന്നാണ് ഷൈൻ്റെ പാരൻസ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ തനൂജ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് താനല്ല, ഷൈൻ്റെ മറ്റു ഫ്രണ്ട്സാണ്. ഞാൻ വർക്കിന് പോകുമ്പോഴും ഷൈനെ അവർ പ്രലോഭിപ്പിക്കുകയും എന്നാണ് പറയുന്നത്. തനൂജ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും ഷൈൻ തനൂജയ്ക്കൊപ്പം 1.5 വർഷം ജീവിച്ചത് എന്നും ഈ കാലയളവിൽ തനിക്ക് ശരിയായി അറിയാം ഷൈൻ ആരാണ്, വളരെ നല്ല സ്വഭാവത്തോടുള്ള ഒരു സ്വഭാവക്കാരനുമാണ്. അതുമാത്രമല്ല ഷൈൻ ഇത്തരത്തിലുള്ള ഒരു മോശം അവസ്ഥ വരാൻ കാരണം ഷൈൻ്റെ കൂട്ടുകാർ തന്നെയുമാണ് എന്ന് തനൂജ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കൂട്ടുകാർ തന്നെയാണ് ഷൈനെയും തനൂജയെയും അകറ്റിയതും എന്നും പറയുന്നു. വളരെ ശാന്ത സ്വഭാവക്കാരനാണ് ഷൈൻ ടോം ചാക്കോ. അന്ന് ഷൈന് യാതൊരുവിധ ലഹരി വസ്തുക്കളുടെ ഉപയോഗമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശാന്ത സ്വഭാവക്കാരൻ. മറിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഷൈനാണെങ്കിൽ ഇതുപോലുള്ള ഒരു കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അന്നും എൻ്റെ കൂടെ 1.5 വർഷം ജീവിച്ചിരുന്ന സമയത്ത് ഷൈൻ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവവും യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വളരെ അനുസരണയുള്ള കുട്ടിയെപ്പോലെ ആയിരുന്നു. ഞാൻ പറയുന്നതെല്ലാം തന്നെ ഷൈൻ അനുസരിക്കുമായിരുന്നു. ഇത് പറയുമ്പോൾ ചിലർ ഷൈനെ ഞാൻ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുമായിരിക്കും. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഷൈനെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഷൈനും എന്നെയും തമ്മിൽ പിരിക്കാനുള്ള കാരണങ്ങൾ ചില ആളുകളാണെന്ന് ഇതിന് പിന്നിൽ തുറന്നു കാട്ടുകയാണ്. എന്നാൽ ഇവിടെയും തനൂജ നിശബ്ദത കാണിക്കുന്ന ഒന്നുണ്ട്. ഷൈൻ ആരാണ് ലഹരി വസ്തുക്കൾ കൊടുക്കുന്നത് എന്ന് തനൂജയ്ക്ക് വ്യക്തമായി അറിയാം. എന്നാൽ അവരുടെ പേര് തനൂജ വ്യക്തമാക്കുന്നില്ല. മറിച്ച് ഈ അടുത്ത കാലത്ത് അദ്ദേഹം MDMA കേസിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് തനൂജ പറഞ്ഞിരിക്കുന്നത്.